ഹായ് എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പലരും ചോദിക്കുന്നൊരു സംശയമാണ് തൊഴിലുറപ്പിൻ്റെ പൈസ കിട്ടാനുള്ള പൈസ മൊത്തം കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതിനൊരു ഉത്തരമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് നിലവിൽ കിട്ടാനുള്ള പൈസ മൊത്തം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. നിങ്ങൾക്ക് എത്രയാണോ ലഭിക്കാൻ, കഴിഞ്ഞ വർഷത്തിൽ എത്ര രൂപയാണോ ലഭിക്കാനുള്ളത് ആ പൈസ മൊത്തം നിങ്ങൾക്ക് ലഭിക്കും. അത് നമുക്ക് ഔദ്യോഗികമായിട്ട് കിട്ടിയ വിവരമാണ്. ബാക്കി ഇപ്പോൾ കുറേ സ്റ്റേറ്റിലൊക്കെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് അനുവദിച്ചത് ഞാൻ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന പല സ്റ്റേറ്റിനും ഫണ്ട് അനുവദിച്ചതാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇത്ര ഇതിൽ കാണിക്കാൻ പറ്റുള്ളതായിട്ട് മുകളിൽ കാണിക്കുന്നുണ്ട്. സ്റ്റേറ്റിൻ്റെ പേര് കാണാം. അതിൻ്റെ അടിയിൽ ചിലർക്ക് സൂം ചെയ്ത് നോക്കിയാൽ അത് FTO പെൻഡിങ് എന്നാണ് കാണിക്കുക. അപ്പോൾ പെൻഡിങ് ഇല്ലാത്തതാണ്. പെൻഡിങ് ഒന്നും ഇല്ലെങ്കിൽ 0 എന്ന് കാണിക്കുന്നത് ഫണ്ട് മൊത്തം അനുവദിച്ചതാണ്. അപ്പോൾ പല സ്റ്റേറ്റിനും ഇപ്പോൾ നിലവിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഒരു എന്താ പറയുക, നമ്മളെ ഇന്ത്യയിലുള്ള പകുതിയിലധികം സ്റ്റേറ്റിനും ഇപ്പോൾ ഫണ്ട് അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നോ നാളെയോ കേരളത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി കിട്ടാനുള്ളത് കുറഞ്ഞ സ്റ്റേറ്റുകൾ, ഒന്ന് കേരള, അതേമാതിരി കർണാടക, അങ്ങനെ പിടിച്ച ഒരു കുറഞ്ഞ സ്റ്റേറ്റിനാണ് ഇപ്പോൾ കിട്ടാനുള്ളത്. ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാളെയോ ആയിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരും. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ വരുമെന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ ഫണ്ട് അനുവദിക്കുന്നതിലുള്ള താമസം കൊണ്ടായിരിക്കാം ഇന്നും നാളെയുമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എന്തായാലും പൈസ വരുമെന്നാണ് കിട്ടുന്ന വിവരവും. അപ്പോൾ ഇത് ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ അനുവദിച്ചിട്ടുണ്ട്. കുറേ ഓരോരോ സ്റ്റേറ്റിനുമാണ് ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ അതിന് എടുക്കുന്ന സമയം മാത്രമാണ് ഇതിന് എടുക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് സമയം എടുക്കുന്നതാണ് വൈകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഫണ്ട് മുന്നേ ഒക്കെ ഫണ്ട് അനുവദിച്ചാൽ നമുക്ക് ഫണ്ട് അനുവദിച്ചുകൊണ്ടുള്ള ഓർഡർ പ്രസിഡൻറ്റ് സൈൻ ചെയ്താൽ അതിൻ്റെ പിറ്റേന്നോ തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾക്ക് പൈസ ലഭിക്കലുണ്ട്. അപ്പോൾ ആയതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നമ്മൾ 2 ദിവസം എന്ന് പറഞ്ഞത്. എന്നാൽ എല്ലാ സ്റ്റേറ്റിനും കിട്ടാനുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഡിസംബർ മുതലുള്ള പൈസ എല്ലാ സ്റ്റേറ്റിനും പെൻഡിങ് ആയി. അപ്പോൾ അത് ഇപ്പോഴാണ് അനുവദിച്ചത്. ഈ വർഷത്തെ ഫണ്ട് നിന്നാണ് അനുവദിച്ചത്. അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് സമയം വൈകുന്നത്. അപ്പോൾ ഇന്ന് നാളെയായിട്ട് ഏകദേശം ഇതുവരെ ആർക്കും കയറിയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. ഇതുവരെ ആർക്കും കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നാളെയായിട്ടോ എന്തായാലും ഈ ആഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ പൈസ മൊത്തമായിട്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കയറുമെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അപ്പോൾ ഇതോടുകൂടി നിങ്ങളുടെ തൊഴിലുറപ്പിൻ്റെ ഫണ്ടിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഇന്നത്തോടുകൂടി ഈ ഒരു വീഡിയോയും കൂടി ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ എത്രയും പെട്ടെന്ന് കയറട്ടെ. ഇന്ന് തന്നെ മാക്സിമം കയറുമെന്നുള്ള പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ആഴ്ചൻ്റെ ഉള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. ഇന്നോ നാളെയോ അല്ലെങ്കിൽ 2-3 ദിവസം എടുക്കുമായിരിക്കും. അധിക ദിവസമൊന്നും എടുക്കില്ല. പകുതി സ്റ്റേറ്റിൻ്റെ മുകളിൽ ഇപ്പോൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കയറുമെന്ന് വിചാരിക്കുന്നു. ഇന്നും നാളെയുമായിട്ട് കയറാം. ഇതിപ്പോൾ റിപ്പോർട്ട്സ് നമുക്ക് എന്താ പറയുക, ഇന്ന് അതാത് സമയത്തല്ല അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഇന്ന് എന്താ പറയുക, നമുക്ക് റിപ്പോർട്ട്സ് നോക്കുമ്പോൾ ഇന്ന് കൊടുത്ത ഫണ്ട് കൊടുത്തതിൻ്റെ ഒക്കെ നാളെ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ. ഫണ്ട് അനുവദിച്ചതിൻ്റെ ഇന്ന് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് റിപ്പോർട്ട്സിൽ നാളെ വരുള്ളൂ. ഇതിൻ്റെയൊക്കെ റിപ്പോർട്ട്സ് എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് അത്. അതായത് ഇന്ന് ഏതൊക്കെ സ്റ്റേറ്റിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, എന്ത് കാര്യങ്ങളൊക്കെ നാളെ ഇന്ന് അനുവദിച്ചതൊക്കെ നാളെ ഈ റിപ്പോർട്ടിൽ പ്രതിഫലിക്കുള്ളൂ. അപ്പോൾ ആയതുകൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇന്ന് ഏകദേശം ഇപ്പോൾ നോക്കിയപ്പോൾ കുറേ സ്റ്റേറ്റിന് കഴിഞ്ഞ ദിവസങ്ങളിൽ കുറേ സ്റ്റേറ്റിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാളെയായിട്ട് ബാക്കിയുള്ള സ്റ്റേറ്റിനൊക്കെ ഫണ്ട് കിട്ടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി തൊഴിലുറപ്പിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലൊക്കെ നമ്മളോട് ചോദിക്കാവുന്നതാണ്. കമൻ്റായിട്ടും അല്ലാതെയൊക്കെ ചോദിക്കാവുന്നതാണ്. പിന്നെ അധികവും നെഗറ്റീവ് കമൻറ്റ് മാക്സിമം ഒന്ന് ഒഴിവാക്കിയാൽ നല്ലതായിരുന്നു. ചിലർ മോശപ്പെട്ട രീതിയിൽ കമൻറ്റ് ചെയ്യുന്നതിന് എന്തിനാ പൈസ പോലെ അനുവദിച്ചുള്ള വീഡിയോ ചെയ്യുന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളധികം മാക്സിമം നിങ്ങൾ ചെയ്യുന്ന കമൻറ്റിനൊക്കെ റിപ്ലൈ തരാൻ ശ്രമിക്കാറുണ്ട്. മാക്സിമം കമൻറ്റിനൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നിങ്ങളെ സംശയമായ എന്ത് കമൻറ്റായാലും മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണോ. കമൻറ്റിന് എണ്ണം കൂടിയത് കൊണ്ടാണ് ഇപ്പോൾ റിപ്ലൈ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടില്ല. അല്ലാത്തപ്പോൾ എല്ലാ കമൻറ്റിനും റിപ്ലൈ ചെയ്തിരുന്നു. ഇപ്പോഴൊക്കെ കമൻറ്റിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെഗറ്റീവ് കമൻറ്റ് ഒഴിവാക്കിയാൽ നന്നായിരുന്നു. ഏതായാലും തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. നമ്മളൊരു ടെലിഗ്രാം
ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്ന് പലരും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാമിൽ കയറി NMS ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മളെ ചാനൽ വരുന്നതാണ്. അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് NMS ആപ്പിനെ പറ്റി എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ബാക്കി അളവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചാൽ നമുക്ക് ആരോട് ചോദിച്ചിട്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പറഞ്ഞു തരേണ്ടി വരും. അല്ലാത്ത NMS ആപ്പ് അല്ലെങ്കിൽ അങ്ങനത്തെ തൊഴിലുറപ്പ് സംബന്ധിച്ചോ NMS ആപ്പ് സംബന്ധിച്ചോ കാര്യങ്ങളൊക്കെ അതിൽ ചോദിച്ചാൽ നമുക്ക് നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് മറുപടി തരാൻ പറ്റുന്നതാണ്. പിന്നെ ആപ്പിലൊക്കെ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് നമ്മൾ അതായത് ചാനലിലിട്ട് പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ ടെലിഗ്രാമിൽ തന്നെ ചാനലിൽ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അത് എന്താ പറയുക, നമ്പറൊക്കെ പ്രൈവസിയും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ടെലിഗ്രാമിനെ നോക്കുന്നത്. അതായത് ടെലിഗ്രാമിൽ നമ്മളെ നമ്പേഴ്സൊന്നും എൻ്റെ നമ്പറായാലും നിങ്ങളുടെ നമ്പറായാലും വേറെ ആർക്കും കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഇത് നോക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.